ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടർ മാറ്റാത്തത് കപ്പത്തോട്ടിൽ വെള്ളം കൂടാനിടയാക്കി. ഇതേ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷിയിടം വെള്ളത്തിലായി. വേനൽ മഴ ശക്തമാകുമെന്ന ധാരണയില്ലാതിരുന്ന ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പുഴയിലെ തടയണയുടെ ഷട്ടർ മാറ്റിയിരുന്നില്ല. ഇതേ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് 1.5 അടി കൂടുകയായിരുന്നു. ഇതോടെ പുഴയിലേക്ക് വന്നു ചേരുന്ന കപ്പത്തോടിന്റെ ഒഴുക്ക് നിലച്ചു. ശക്തമായ മഴയിൽ കപ്പത്തോടിലൂടെ വരുന്നതും കൈവഴി തോട്ടിലേക്കുള്ളതുമായ വെള്ളമാണ് ഇതോടെ ഗതിമാറി ഒഴുകി കൃഷിയിടങ്ങളിലെത്തിയത്. പുഴയിലെ ജലനിരപ്പ് താഴാതെ ഇനി തടയണയിലെ ഷട്ടർ മാറ്റാനാവാത്ത സ്ഥിതിയാണ്. 60ഓളം കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിളകളാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴത്തോട്ടത്തിൽ വെള്ളം കയറിയിട്ട് 3 ദിവസം പിന്നിട്ടു. കോടശ്ശേരി പഞ്ചായത്തിലെ പോത്തോടിത്തോട് കടന്നുപോകുന്ന കമ്പോളി പാടശേഖരത്തിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിച്ചത്. നെല്ലിക്കൽ നാരായണൻ, കിഴക്കേക്കര ഷീബ പ്രസന്നൻ, ഉദനിപ്പറമ്പൻ ദേവസിക്കുട്ടി, ജിൻഡോ തുടങ്ങിയ കർഷകർക്കാണ് വ്യാപക നഷ്ടം സംഭവിച്ചത്. എല്ലാ കൊല്ലം കൃഷി ഇറക്കി കഴിഞ്ഞാൽ കിട്ടേണ്ട സമയം വരുമ്പോൾ വെള്ളം കയറിയൊക്കെ എല്ലാ കൊല്ലം വെള്ളത്തിൽ പോകും. 4 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് എന്നും ഇത് തന്നെ പണി. 500 വാഴ വെച്ച് തൈ കണ്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടായി. 500 വാഴ വെച്ചിട്ട് ആ വെള്ളം കയറി കണ്ണൊക്കെ നാശമായി പോയിട്ടാണ് പിന്നെ അത്രയും കിട്ടിയത്. അത്രയും കിട്ടിയിട്ട് ഇപ്പം അതിപ്പോൾ കൊലവട്ടറയിപ്പിക്കും. ആദ്യം വെള്ളം കയറി ഒക്കെ നാശമായി നിൽക്കണം. പരിയാരം പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തികഞ്ഞ അനാസ്ഥ കാണിച്ചതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് കർഷകർ പറഞ്ഞു. ഈ ചെക്ക് ഡാമിൻ്റെ പല സമയങ്ങളിൽ ഊരാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വെള്ളം കയറുന്നത്. ചെക്ക് ഡാമിൻ്റെ പല കൃത്യസമയത്ത് ഊരി കഴിഞ്ഞാൽ 1.5 മീറ്റർ വെള്ളം കുറയും. അത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ കുറവാണ്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട് എപ്പോഴും അങ്ങനെ അറിയിക്കാറും കളക്ടർക്ക് വരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനീഷ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത് ഊരിക്കാം പിടിക്കാം എന്ന് പറഞ്ഞു. ആദ്യം AXCയോട് പറഞ്ഞു, AXC അത് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് വിളിച്ചു പറഞ്ഞിട്ട് നാളെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷികളൊക്കെ പോലെ ഇപ്പോൾ 2 ദിവസം 24 മണിക്കൂർ ഏത് വാഴ കൃഷിയെ കൊള്ളിയൊക്കെ വെള്ളത്തിൽ കിടന്നാൽ ഒക്കെ പോക്ക് തന്നെയാണ്. കുറ്റിക്കാട് ചങ്കൻകുറ്റി പ്രദേശത്തും ആയിരക്കണക്കിന് വാഴകളും ഏക്കർ കണക്കിന് കപ്പ കൃഷിയും വെള്ളം കയറിയ നിലയിലാണ്. TCV ന്യൂസ്, ചാലക്കുടി.